കടല വേണോ? കടല. കണ്ട കടല കച്ചവടമാണ് നമ്മുടെ ബിസിനസ്. അതാണ് മെയിൻ ബിസിനസ്. ഈ കടപ്പുറത്തൊക്കെ അല്ലേ? ആ അതെ, ഇത് MG റോഡിലൊക്കെ അവിടെ ഉണ്ട്. അങ്കിളുടെ റോഡില് കുട്ടി വന്നേ. കടല വേണം. കടല കടല വേണോ? വേണം മോളെ. എന്തൊക്കെയുണ്ട് അതിനകത്ത്? കടലുണ്ട്. പിന്നെ ഒരു കടല ഉണ്ടോ? എന്റെ അമ്മോ, അത്രയും കഴിച്ചു കഴിഞ്ഞാ ഉണ്ടല്ലോ. അയ്യോ, പ്രോട്ടീനായി. പ്രോട്ടീനൊന്നും അല്ല. വേറേതും കൂടി ഉണ്ട്. ആ, അത് പിന്നെ സഹിക്കാം. ഇതിന്റെ അകത്ത് ശരിക്കും ഉണ്ട്. ഉണ്ട്. ആ, തുറക്കട്ടെ? തുറന്നോട്ടെ ചേച്ചി. ശരിക്കും കടലുണ്ട്. ആണോ? ആ വേണ്ട. കടല വേണോ? വേണം. ആദ്യം ഞാൻ കോൺ അങ്ങോട്ട് വരാം. ആ ശരി. അല്ലേ, കോൺ ഐസ്ക്രീം പോലെ ഉണ്ടായിരുന്നു അത്. ജഡ്ജസ് പ്ലീസ് നോട്ട് ആ വൈറ്റ് കടൽ എടുക്കണം. വലിയ കടൽ. അതിനകത്തേ ഉള്ളൂ. ചെക്കനെ മോളെ. ഒരു ചെറിയ ഇതാ. ആ നല്ല ചൂടൊക്കെ ഉണ്ട്. വയറ്റിലാണോ ഉള്ളത്? ആ ഉള്ളത്. അതെ അതെ. താങ്ക് യു. ഇതിന് എത്ര രൂപ? 10 രൂപ. 10 രൂപ. വേണോ? വില കുറച്ച് കൂടുതലാണ് കേട്ടോ. ഓ, അപ്പൊ ഇതൊക്കെ 100 രൂപ ആയിരിക്കും അല്ലേ? അത് 200 രൂപ. ഓമോ, എന്റെ അമ്മ വലുത്. ഭയങ്കര ഇത് വിലയാട്ടോ. കടലയാണോ അതോ ഗോൾഡ് ആണോ? ആ കൊള്ളാട്ടോ, നല്ല ചൂടൊക്കെ ഉണ്ട്. ആ മോളി, കടലയും കൊണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്തോ? എന്താ ഞാൻ ഉദ്ദേശം? കടലേന്റെ പാട്ടാണ് പാടാൻ ഓ, പോകുന്നത്. കടലയുടെ പാട്ടോ? ആ, കടലയുടെ ഒരു പാട്ടുണ്ടോ അങ്ങനെ? ഉം. ആ ശരി, അതേത് പാട്ടാ അത്? കണ്ണാടിക്കടപ്പുറത്തെ അതിനെക്കാട്ടും മോളെ നല്ല കാറ്റുകൊള്ളാമെന്നവരെ പാട്ടുണ്ടായിരുന്നു. വെടി പറയും ഇതുവരെ കടല വന്നില്ലല്ലോ വരിയില്. വെടി പറയും നേരത്തൽപ്പം ചുടുകടല ഇപ്പോഴാണോ വന്നത്? കൊറേ നേരം കഴിഞ്ഞ. ഞാനാണെ തുടക്കത്തിൽ തന്നെ ഞാൻ കടല കൊണ്ടുവരും. കടലേ നീലക്കടലേ. നീലക്കടല കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണ് കടലിനക്കരെ പോണോര്. മോളെ ഡീറ്റെയിൽസ് എന്താ പറയാവോ? സിനിമ ആ. പ്രിയതമ, ആ, വർഷം 1966, ആഹാ. എഴുതിയത് ഉം. ശ്രീ എന്റെ പേര്. ആ, ശ്രീകുമാരൻ തമ്പിസാർ, Yes. മ്യൂസിക് ആണ് ഇത്തിരി. മ്യൂസിക് ഉം. ബ്രദർ ആ. ലക്ഷ്മണൻ Very good, സാർ, very good, very good, very good. മിടുക്കി. ആ, പാടിയത് എല്ലാർ ഈശ്വരി അമ്മ. അടിപൊളി. ഓ, ഞാൻ പൈസ Very good. തരാമേ, പാടിക്കഴിഞ്ഞ് തരാം കേട്ടോ ഞങ്ങള്. എല്ലാ പിള്ളേരും ഇങ്ങനെ ഓരോ സാധനം തന്നിട്ട് പാടുവായിരുന്നെങ്കിൽ നല്ല ഇങ്ങനെ സുഖം. അതെ അതെ, എന്തൊരു ഉണ്ടായിരുന്നു നന്നായനെ. നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതെ. ഓൾ ദി ബെസ്റ്റ്. കണ്ണാടിക്കടപ്പുറത്തെ കാറ്റുകൊള്ളാമെന്നവരെ
വേദിക കുട്ടി എന്തോ കടല തിന്ന് ഞാനൊരു വഴിയായിരുന്നു. കാരണം രണ്ട് ഇത്രയും നേരമായിട്ട് ഇത് തിന്നോണ്ടിരിക്കായിരുന്നു. മോടെ പാട്ടിന് മാത്രം ഞാൻ ബാക്കിലോട്ട് എടുത്ത് വെച്ചത്. പറയാണേ ഇത് നിർത്താൻ പറ്റുന്നില്ല അതെ, ഞാനും അതേ വിഷമത്തിലിരിക്കുന്നു. അതെ എല്ലാം ശരിയായിരുന്നു. ഭയങ്കര ഇപ്പോഴും വീക്ക്നെസ്. എന്റെ കയ്യിലുണ്ട്. ചേട്ടൻ അതിന്റെ തോലെല്ലാം കളഞ്ഞത് ഇവിടെ എല്ലാം മൊത്തം അത്തപ്പൂക്കൾ ഇട്ട പോലെ. പക്ഷെ ഞാൻ ആ കടലയ്ക്ക് അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. പക്ഷെ ചേച്ചി ചിലർക്ക് തൊലി അതിന്റെ തിന്നുവോ? ആ തൊലി തിന്നും. ഞാൻ തൊലി തിന്നത്തില്ല. ഇത് എന്തിനാ ഉണ്ടാക്കുന്ന അറിയാമല്ലോ. മണലില് നമ്മൾ ഇത് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി പിന്നെ അരിച്ചെടുക്കുന്നതാണ്. ആ മണൽ എവിടെ നിന്ന് എടുക്കുന്നത് എങ്ങനെ അറിയാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അത് നല്ല ഹീറ്റ് ഉണ്ടല്ലോ. അതെ ചൂടാ. ചൂടായതുകൊണ്ട് ഞാൻ അതിന്റെ കുഴപ്പമില്ല. പിന്നാമ്പറ കഥകൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പൊ തിന്നു മോളെ അതിന് വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഇല്ല. തൊലി കളയാനുള്ള സാവകാശമില്ല. മക്കളെ സൂപ്പറായിട്ട് പാടിയേട്ടോ. താങ്ക് യു. ഇതേപോലെ തിന്നാ നിർത്താൻ പറ്റാത്തൊരു സംഭവം എനിക്ക് തേങ്ങ തേങ്ങ, ചിരകി തേങ്ങ. വെച്ചേക്കുന്ന എങ്ങാനും ഞാൻ കണ്ട തീർന്നു. അയ്യോ, ഏതാണ്ട് എടുത്തെടുത്ത് എനിക്ക് വെറും തേങ്ങ മാത്രം, തേങ്ങയും ശർക്കരയും കൂടി. ഓ അത് പിന്നെ പറയണ്ട. കഴിഞ്ഞ മല ആന വല്ലോ ആയിരുന്നു. തേനും ഒരു നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആഹാ. ഒരു പൊടി കൽക്കണ്ടും കൂടെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ പഴം കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആഹാ. ഇതേത് അമ്പലത്തിലെ പ്രസാദത്തില് പോയിട്ട് വരാം. മോളെ ഗംഭീരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഞങ്ങൾക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഡാൻസസും ഒക്കെ ആയിട്ടൊന്ന് ചെയ്തപ്പോഴ് നമ്മൾ ഏതോ ഒരു കടപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ കപ്പലിന്റെ ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു ഫീൽ വന്നു. മോള് നന്നായിട്ട് പാടി കേട്ടോ. ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നന്നായിരുന്നു. ഓക്കെ. താങ്ക് യു. എനിക്ക് പക്ഷെ ആ വരികളിൽ ഇച്ചിരി ഒരു ഇതുണ്ട്, പ്രതിഷേധമുണ്ട്. ആ. സ്ത്രീ എന്ന നിലയില് എന്ത് ആ കവി എഴുതിയേക്കുന്നുണ്ടോ? കൺമുനിയാൽ കല്ലെറിയുന്നു, കരളുകളിൽ മുറിവേൽപ്പിക്കുന്നു. മീനുട്ടി ശ്രദ്ധിക്കാൻ പോയി. പെൺമണികൾ വല വീശുന്നു, ആൺമീനുകൾ അതിൽ വീഴുന്നു. സത്യമല്ലേ? ഈ വീഴാൻ വേണ്ടി എന്തിനു നിൽക്കുന്നു? നിങ്ങളെന്തിനാ നോക്കുന്നേ? പാവ ആണുങ്ങളൊന്നും അറിയാത്ത അതിൽ കൂടി നടക്കുമ്പോ രണ്ടുപേരല്ലേ മീനുട്ടി ചോദിക്കല്ലേ? മിനുട്ടി അവരെ ചൂണ്ടുവരും. ഈ വരി തന്നെ ഉണ്ട്, കൺമുനയാൽ കല്ലെറിയുന്നു. പാവം മധു അവിടെ കൂടെ പോകുമ്പോ എന്തിനാ എറിഞ്ഞ് കല്ലെറിയുന്നു. കരളില് മുറിവേൽപ്പിച്ചു. പെൺമണികൾ പെൺമണികൾ വല വീശുന്നു. പിന്നെ വെറുതെ ഈ എങ്ങനെ വീഴാതിരിക്കും? മനക്കെട്ടിയുള്ള ആണാവണം, മനസ്സിലായോ? അങ്ങനെ വീഴാൻ നിൽക്കുന്ന ഒരു ആണാവണം. കൈ കാണുമ്പോ പേടിയാവുന്നു. ഈ കൈ കൊണ്ട് ഒരാൾ കിടി കൊടുത്തയാളുടെ രണ്ട് പല്ലുകളായി പോയി. പറയലേ എന്താന്നറിയോ, ഇങ്ങനെ ഇട്ടിട്ട് വേൽമുരുക എന്നുള്ള പാട്ട് പാവ റഹ്മാൻ പത്തനാപുരം സൈഡിൽ നിന്ന് പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രവി ആഹാ എന്ന് പറഞ്ഞിങ്ങനെ അവനോ മുരുക എന്ന് പറഞ്ഞ കൈ എടുത്ത രണ്ട് പല്ല് കയ്യില്. ഇല്ല, കയ്യിലായില്ല. ഒരു പല്ലിന്റെ അറ്റം പോയതേ ഉള്ളൂ. ഒടിഞ്ഞുപോയി. പുള്ളി പറയാ അങ്ങനെയായിരുന്നല്ലേ? എന്നാ പോയിരുന്നെങ്കിൽ ഒരു പല്ല് ഫുള്ളായിട്ട് പോയിരുന്ന പുള്ളിക്ക് പ്രശ്നമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് റഹ്മാനെ കാണുമ്പോ ആ പല്ല് എങ്ങനെ പോയി റഹ്മാൻ അങ്ങനെ പോയി. ഇതാണ് ഒരു സംഭവം. ചരിത്രം. ഓ അത് ശരി. അതുകൊണ്ട് നമ്മള് സൂക്ഷിച്ചിരിക്കാം. അത് അതെ, വലദേവസ്ഥ കൈനത്തിരി പവർ കൂടുതലായിരിക്കും. ഇടത്തിനാ കൂടുതൽ. അല്ല, വലതിൽ ഇച്ചിരി പരിക്കേറ്റ കൈയായിരുന്നു. അത് റെഡിയായി വരുന്നുണ്ട്. ഇടത്തെ കൈ വലിയ കുഴപ്പമില്ല. വേദിക കുട്ടി എന്തോ ഏത് കടപ്പുറത്താ ഉള്ളത്? കണ്ണൂരിലെ ബീച്ചാണല്ലേ? കൊള്ളാട്ടോ. ഈ താങ്ക് യു. പാട്ടിലുള്ള കടലയും കൊള്ളാം, തന്ന കടലയും കൊള്ളാം. നന്നായിട്ടുണ്ട്. താങ്ക് യു. ഉഗ്രനായിട്ട് പാടിയത് വളരെ നന്നായിട്ട് പാടി കേട്ടോ. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. 3 ചരണമൊക്കെ ഉണ്ടല്ലേ? ഈ ഉടുപ്പിന്റെ കൂടെ ആ റോസാപ്പൂവൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും കലക്കി, അടിപൊളി. താങ്ക് ഓൾ യു. ദി ബെസ്റ്റ്. ഞാൻ അത് തന്നെ പറയണേ. വേദിയെക്കുട്ടി കലക്കി. ഈ ജാലത്താൽ പലരും വീട്ടിലാണോ ബീച്ചിലാണോ? വീട്ടിൽ. വീട്ടിലല്ല കേട്ടാ, ബീച്ചിലാ ഇത്. ബീച്ചിൽ തന്നെ തെറ്റിയതാ അത് കേട്ടാ. ജാതകങ്ങൾ കൈമാറുന്നു. കടലമ്മയ്ക്ക് അത് കാണുമ്പോൾ പിന്നെന്താ പാടിയത്? കടലമ്മ കഥ കാണുമ്പോൾ കരളാകെ ചിരിപ്പോൾ കരളാകെ ചിരിപ്പോൾ. കരളാകെ ചിരി പൊട്ടുന്നു. എന്നാലും പാവം ഇത്തിരി പോകുന്ന ആ കുഞ്ഞിന്റെ വായിന്ന് കഷ്ടപ്പെട്ട് ഇത്ര വാക്കുകൾ പെറുക്കിയെടുത്ത് അതെ, ഓർത്ത് അതെ, വെച്ച് അതെ. 3 സ്റ്റാൻസ് പഠിച്ചില്ലേ? നമുക്ക് കടല തന്നില്ലേ? മിടുക്കി ഉമ്മ. ആ ആടിയ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ വേദിക പൂക്കുറ്റി. താങ്ക് യു. അത് ജഡ്ജസ് നമുക്ക് പുതിയതായിട്ടൊരു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്താണ്? അതായത് വേദിയെ കുട്ടിക്ക് നമുക്ക് ആർക്കും അറിയാത്ത ഒരു കഴിവുണ്ട്. അതെന്ത് കഴിവാ? അതെന്താ ഒരു കാര്യം ചെയ്യൂല സ്പെഷ്യൽ ആയിട്ട്? അത് പറയത്തില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോ ഞെട്ടും. ഒന്ന് കാണിച്ചേ, കാണുമ്പോ കാണിച്ചേ, ഞെട്ടും. ഒന്ന് കാണിച്ചേ നോക്കട്ടെ. പേടിക്കണോ? ദൈവമേ, ഡൈവ് ചെയ്യണം. എന്റെ ദൈവം, കൊള്ളാലോ. ദൈവമേ, ഒന്നുകൂടെ കാണിക്കാ. അടിപൊളി.
ശരിക്കും ഞെട്ടി. പറന്നു ആ, അതെ, 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 അതെ. ഇന്ന് ഞെട്ടിയിരിക്കുകയാണ് ഞാൻ. അതെ. എന്റെ ഇടത്തെ സൈഡിലൊന്ന്, ഇല്ല, മുമ്പിലൊന്ന്. ഇതൊന്നും അല്ല, ഇതൊക്കെയാണ് ശരിക്കും വേണ്ടത്. ഇങ്ങനത്തെ എന്താ പറയാ, ഇനി എന്താ പറയാ, കാലുമടക്കി അടി. സ്വിമ്മിങ്ങിന് ചെയ്യോ? അക്രോബാറ്റിക്സ്. സ്വിമ്മിങ്ങിന് ചെയ്യോ? ഇല്ല, എനിക്ക് Acrobatics. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ വയസ്സാകാലത്ത് കുഴപ്പമില്ല ഇതൊന്നും ഇനി ചേച്ചി. പഠിച്ച പോലെ നടുവുളുക്കി കിടന്നു. ഇതൊക്കെ എന്റെ ഒരു ആഗ്രഹത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇങ്ങനെ ഇരിക്കൂലേ, ഇങ്ങനെ ഈ രണ്ട് കാലം ഇങ്ങനെ stretch spread ചെയ്ത്. ചെയ്ത്. അതൊക്കെ എനിക്ക് മീനുട്ടി ഒരു ആഗ്രഹം, ഈ പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ടേ ലാസ്റ്റ് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ കാല് ചേർക്കാൻ പറ്റിയില്ലെങ്കിലുള്ള കാര്യം ഒരു പെർഫോമൻസ് ഒക്കെ അല്ല, കഴിഞ്ഞിട്ട് അതിന്റെ അങ്ങനെ പേരാണ് ഇരിക്കണം. സമാധി എന്ന്. അവിടെ നിന്ന് എടുത്ത് പൊക്കിക്കൊണ്ടുപോകും റിമിയുടെ കാല്. അയ്യ. രണ്ട് സൈഡിൽ ഉടനെ നടക്കട്ടെ കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ അല്ലേ? കുട്ടാ ടാറ്റാ ബൈ, സീ യു. ഞെട്ടി കേട്ടോ.